പക്ഷേ ഇനി അങ്ങോട്ട് മുകുന്ദൻ നിന്റെ ഭർത്താവാ. അതിന് പഴയതുപോലെ തൊട്ടതിനും പിടിച്ചതിനും മുകുന്ദനുമായിട്ട് വഴക്കുകൂടരുത്. നിന്റെ നാക്കിന്റെ നീളം കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ വീട്ടിൽ ഇറക്കരുത്. കല്യാണത്തിന് ശേഷം നീ നന്നായിട്ട് മാറിയെന്ന് മുകുന്ദന് തോന്നണം. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? തുടക്കത്തിൽ തന്നെ നീ ഒരു സംഭവമാണെന്ന് അവളെ ധരിപ്പിക്കണം. ആവശ്യമില്ലാതെ ചിരിക്കാനൊന്നും നിൽക്കരുത്. കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കണം. എന്നാലേ മഹിമയ്ക്ക് നിന്നെ കുറച്ച് പേടിയുണ്ടാവും. മനസ്സിലായോ? ഞാനെന്തിനാ വക്കീലിനെ പേടിക്കുന്നേ? ഭർത്താവിനെ ഭാര്യമാരെ കുറച്ച് പേടിക്കുന്നത് നല്ലതാ. ആദ്യം തന്നെ വക്കീലെന്നുള്ള ഈ വിളി നിർത്ത്. പിന്നെ പേര് വിളിക്കണോ? ഓഫ്, അങ്ങനെയൊന്നും അല്ല. പിന്നെ ഏട്ടാന്ന് വിളിക്കണം. അയ്യേ, എന്തായെന്ന്? ഞാൻ കിരിയണ്ണ ഏട്ടാന്നല്ലേ വിളിക്കുന്നേ. നിങ്ങൾക്കത് സെറ്റായിരിക്കും. പക്ഷെ നിങ്ങൾക്കെന്താ വല്ല സ്പെഷ്യൽ കേസ് വേണോ? എടി, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ബഹുമാനം കാണിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഏട്ടാന്നുള്ള വിളി. മനസ്സിലുള്ള സ്നേഹം നന്നായിട്ട് പ്രകടിപ്പിക്കണം. ഓവർ സ്നേഹപ്രകടനമൊന്നും വേണ്ട. സ്വന്തം വില കളയുന്ന പരിപാടിയത്. നമ്മൾ വളരെ ഡീസന്റ് ആയി വേണം പെരുമാറാൻ. മനസ്സിലായില്ലേ? സ്വന്തം ആദ്യ രാത്രിക്ക് മൂക്കറ്റം കുടിച്ച് ബോധം കെട്ടുറങ്ങിയ നീ തന്നെ ഇതെന്റെ അടുത്ത് പറയണം. നിന്റെയൊക്കെ ഉപദേശം കേൾക്കുന്നേ എന്നെ പറഞ്ഞാ മതി. അവന്റെ ഒരു ഉപദേശവും വേണ്ടായിരുന്നു ഇവന്റെ കാര്യം. ഗിരിയേട്ടനെയും ചേച്ചിയും പോലെയാണോ ഞാനും വക്കീലും? ഞങ്ങൾക്ക് ഈ ഉപദേശം ഒന്നും വർക്കാവൂന്നും തോന്നുന്നില്ല. ഈ ഉപദേശങ്ങളൊക്കെ എല്ലാ ദമ്പതിമാർക്കും വർക്കാവും. സത്യം പറ, ചേച്ചിക്ക് ഉപദേശമൊക്കെ എവിടുന്നാ കിട്ടിയത്? വല്ല കുലസ്ത്രീ വാരികയൊന്നും ആയിരിക്കും.